ചേടാ പെട്ടെന്ന് ജാമിംഗ് റേഡാർ എങ്ങനെയാ ബ്ലോക്ക് ആയി പോയത്? കാരണം ഞങ്ങൾ അതിന്റെ പവർ സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എനിക്ക് സൂപ്പർ സ്പീഡോയെ വിളിക്കാനും പറ്റും. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ക്വിക്ക്, ഫോർമുല നമ്പർ 817. യെസ് കീക്കോ, നമ്മളും 817 ആക്ടിവേറ്റ് ചെയ്തിട്ട് ജാമിംഗ് റേഡാറിന് ചിന്ന ഭിന്നമാക്കിയേക്കാം. ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. എഞ്ചിനും സിസ്റ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഓവർ. വെരി ഗുഡ് ക്യാപ്റ്റൻ. ഇപ്പോൾ നിങ്ങൾ ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ചെയ്തിട്ട് മേഘത്തിന്റെ മുകളിൽ കൂടി പറക്കൂ. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ നോക്കി പറക്കൂ. ഇന്ന് രാത്രിക്കകം കാർഗോയിൽ ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ആഫ്രിക്കയിൽ കൊണ്ടെത്തിക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ അറിയിക്കൂ. ഓവർ ആൻഡ് ഔട്ട്. എന്തായി സംഭവിക്കുന്നത്? എല്ലാ അലാറംസിൽ നിന്നും ഈ ബീപ്പ് സൗണ്ട് എങ്ങനെയാ വരുന്നത്? സിസ്റ്റം എങ്ങനെയാണ് ജാം ആയത്? പ്ലെയിൻ ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആണ്. ATC യെ കോൺടാക്ട് ചെയ്യ് വേഗം. ഹലോ ATC, ഹലോ, ദിസ് ഈസ് ദ ക്യാപ്റ്റൻ ഓഫ് ദി കാർഗോ പ്ലെയിൻ FGT 352. ഹലോ ഹലോ FGT 352, പറയൂ. എനിക്ക് നിങ്ങളുടെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ FGT-മായിട്ടുള്ള നമ്മുടെ കോൺടാക്ട് ഡിസ്കണക്ട് ആയി. ഇവിടെയാണെങ്കിൽ എല്ലാ മെഷീൻസും ഇൻസ്ട്രുമെന്റ്സും കേട് വന്നോണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലെയിനിന്റെ ടോട്ടൽ സിസ്റ്റവും ആരോ ജാം ചെയ്തെന്നാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്തെന്നറിയോ? ഞങ്ങളുടെ പ്ലെയിനിന്റെ സിസ്റ്റം ജാമാക്കിയതും എന്നിട്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഈ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചതും ക്രൈമാണ്. അറിയാലോ നിങ്ങൾക്ക്. ഇനിയെങ്കിലും ഞങ്ങൾ പോകാൻ അനുവദിക്കേ. വഴിന്ന് മാറാനാ പറഞ്ഞത്. ശത്രു ആരായാലും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. ഞങ്ങൾ ഉണ്ടാക്കിയ ഫ്ലോട്ടിംഗ് ഐലാൻഡിൽ വന്നിട്ട് ഞങ്ങളോട് തന്നെ ഓർഡർ ചെയ്യുന്നു. രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് മറ്റുള്ളവരുടെ കൂടെ കൊണ്ടിട്ടേക്ക്. പിന്നെ പ്ലെയിനിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് ഗോഡൌണിൽ കൊണ്ടുപോയി വെച്ചേക്ക്. ഇതിങ്ങനെ തന്നെ സംഭവിച്ചാൽ നമ്മൾ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പണക്കാരനായി മാറിയിരിക്കുക. അതെ, തീർച്ചയാണ്, ഉറപ്പാണ്. നമ്മൾ ഉണ്ടാക്കിയ ആ റഡാർ കാരണം നമ്മൾ ഓരോ കാർഗോ പ്ലെയിനിന്റെ സിസ്റ്റത്തെയും ജാമാക്കി അതിന് ഫ്ലോട്ടിംഗ് ഐലൻഡിൽ കൊണ്ടുവന്ന് ഇതുപോലെ എല്ലാം കൊള്ളയടിക്കാം. അതുകൊണ്ട് നമ്മൾ പണക്കാരാവുന്നത് ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ശത്രു എത്ര വലിയവനായാലും ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. കീക്കോടെ പ്രാക്ടീസിനെ കുറിച്ച് രണ്ടു വാക്കിൽ പറയണമെങ്കിൽ മൈൻഡ് ബ്ലോയിങ്. സാധാരണ മൈൻഡ് ബ്ലോയിങ് അല്ല, ഇത് സൂപ്പർ മൈൻഡ് ബ്ലോയിങ്. വെരി വെരി മൈൻഡ് ബ്ലോയിങ്. ഏതായാലും ഞാനൊരല്പം കപ്പ് കേക്ക് കഴിച്ചോട്ടെ. എന്താ ട്വിങ്കിൾ, എന്ത് പറ്റി? നീ ഇന്ന് ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നല്ലോ.
കീക്കോ, ഇന്ന് രാവിലെ ഞാൻ മേയറങ്കിളും ടെമ്പോ അണ്ണായും എയർപോർട്ടിലേക്ക് പോകുന്നത് കണ്ടു. ഒരുപക്ഷെ ടെമ്പോ അണ്ണയും മേയറും നമ്മളെ ഇട്ടേച്ച് ഫോറിൻ ട്രിപ്പ് വല്ലതും പോയതാണോ? കണ്ടിട്ട് എനിക്ക് അങ്ങനെയും തോന്നില്ല. കാരണം ആ സമയം അവരുടെ കയ്യിൽ ഒരു ലഗേജ് പോലും ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും എന്തെങ്കിലും ജോലിക്കാര്യമായി പോയതായിരിക്കും. കലക്കി സാർ, നിങ്ങൾ കാരണം ഞാനൊരു സൂപ്പർ സമ്മർ സോൾട്ട് അടിച്ചു. ഞാനത് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. ഓരോ കാര്യവും നമ്മൾ കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ വേണം ചെയ്തു തീർക്കാൻ. അതുകൊണ്ട് കബഡി ആയാലും ഫുട്ബോൾ ആയാലും നമുക്ക് വിജയിക്കാം. ഓഹോ, സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം മേയർ കീക്കോയെ ഉടൻ തന്നെ എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞിരിക്കുക. എയർപോർട്ട് ഇവിടുന്ന് ഒരുപാട് ദൂരെയാണല്ലോ. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം എയർപോർട്ടിലേക്ക് ചെല്ല്. യെസ് ബ്രോ, ലെറ്റ്സ് ഗോ. കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞങ്ങളുടെ 4 കാർഗോ പ്ലെയിൻ ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. സൂപ്പർ സ്പീഡോയ്ക്ക് ഞാൻ കഴിഞ്ഞ 10 ദിവസങ്ങളിൽ സൺസിറ്റി എയർപോർട്ടിൽ നിന്നും എത്ര ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു അങ്കിൾ. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 40 അപ്ലൈ ചെയ്യേ. വൈ നോട്ട് ബ്രോ, ഓക്കെ ചെയ്തേക്കാം. ഇതുവരെ എത്ര പ്ലെയിൻസ് കാണാതെ പോയോ അതെല്ലാം കാർഗോ പ്ലെയിൻസ് ആണ്. അതിലും പ്രത്യേകിച്ച് കാണാതെ പോയ പ്ലെയിൻസ് എന്താന്ന് വെച്ചാൽ വിലപിടിപ്പുള്ള സാധനങ്ങളുള്ള പ്ലെയിൻ ആണ്. കിക്കോ, നമ്മുടേത് മാത്രമല്ല, പക്ഷേ ഒരുപാട് മറ്റുള്ള സിറ്റീസിന്റെ കാർഗോ പ്ലെയിനും ആകാശത്ത് പറക്കുമ്പോ ഇതുപോലെ കാണാതെ പോയിട്ടുണ്ട്. അയ്യോ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ കാണാതെ പോയ എല്ലാ പ്ലെയിൻസിലും വളരെ വളരെ കോസ്റ്റ്ലി ആയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കീക്കോ, എന്റെ റേഡാർ പറയുന്നത് ഒരല്പ ദൂരത്തിൽ ലാൻഡ് ഉണ്ടെന്നാണ്. പക്ഷെ സൂപ്പർ സ്പീഡോ, ആകാശത്തിൽ പറക്കുമ്പോ അങ്ങനെ ആർക്കെങ്കിലും അത് ഹൈജാക്ക് ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മളിപ്പോ കണ്ടുപിടിക്കേണ്ടത്. എത്ര പ്രാവശ്യം കാക്ക പാലിൽ കുളിച്ചാലും വെള്ള നിറമായി മാറില്ല. കാക്കയ്ക്ക് കുക്കാകാൻ പറ്റില്ല. എന്ന് വെച്ചാ സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അടുത്ത കാർഗോ പ്ലെയിനിൽ വളരെ കോസ്റ്റ്ലി ആയ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ പോവുക. അപ്പൊ അതിന്റെ ഒപ്പം നമ്മളും ചേർന്ന് ട്രാവൽ ചെയ്താലോ? കലക്കി, ഇപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഒരുമിച്ച് ചേർന്ന് പറക്കാം. നല്ല രസമായിരിക്കും. നീ എന്ത് പറയുന്ന കീക്കോ? ഓക്കെ, പക്ഷെ ഞാനും സൂപ്പർ സ്പീഡോയും കാർഗോ പ്ലെയിനിന് മുമ്പിൽ പറന്നോണ്ടിരിക്കും. നിങ്ങൾ എല്ലാവരും പ്ലെയിനകത്ത് തന്നെ ഇരിക്കുക. വാവ് കീക്കോ, ഇത് ശരിക്കും ഒരു അതിമനോഹരമായ കാഴ്ചയാണ്. കുറച്ച് പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തേ പറ്റൂ. അതെ അതെ, തീർച്ചയായും. പക്ഷെ നമ്മളിപ്പോ നമ്മുടെ പുറകെ വരുന്ന കാർഗോ പ്ലെയിനിനെ വാച്ച് ചെയ്തോണ്ടിരിക്കണം. Don't worry, കീക്കോ, ഇപ്പോൾ ഈ ആകാശത്ത് ആരെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് അവരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ചേട്ടാ, പ്ലെയിനിന്റെ എല്ലാ സിസ്റ്റവും ജാം ആയി പോയി. ഇതോടെ നമ്മുടെ കഥ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓ ഗോഡ്, ഇതുവരെ ഞാൻ ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ. മമ്മി രക്ഷിക്കണേ. സൂപ്പർ സ്പീഡോ, നമ്മുടെ പ്ലെയിൻ കാണാതായി. വേഗം യു ടേൺ ചെയ്യേ. കീക്കോ, ആ പ്ലെയിൻ പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് പോയത്? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 373. ഓക്കെ ബ്രോ, ഞാൻ ഇപ്പോൾ തന്നെ ഫോർമുല 373 അപ്ലൈ ചെയ്യാം. അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ റേഡാറിൽ സ്കാൻ ചെയ്ത് നോക്കട്ടെ. കീക്കോ, എന്റെ റേഡാർ പറയുന്നത് ഒരല്പ ദൂരത്തിൽ ലാൻഡ് ഉണ്ടെന്നാണ്. ലാൻഡോ? അതും ആകാശത്തോ? ശരി വാ, നമുക്ക് ആദ്യം ചെന്ന് നോക്കാം. വലിയ ശത്രുക്കളെ പോലും ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്.
കസുക ബസുക്കയുടെ ഈ ഫ്ലോറ്റിംഗ് ഐലൻഡിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ അഭ്യാസം ഞങ്ങളോട് കാണിച്ചാൽ അതോടെ നിങ്ങളുടെ കഥ അവസാനിച്ചെന്ന് കരുതിക്കോ. ഈഷ്, ഈഷ്, ഈഷ്. പിന്നെ കസുക ബസുക, നിങ്ങൾക്ക് പ്ലെയിൻ അല്ലേ വേണ്ടത്? അത് വെച്ചോളൂ. പക്ഷേ ഞങ്ങൾ ദയവ് ചെയ്ത് പോകാൻ അനുവദിക്കൂ. കാരണം ഞാൻ എനിക്ക് മാറാൻ ഒരു തുണി പോലും കൊണ്ടുവന്നിട്ടില്ല. ജനങ്ങൾ ആരും ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരാറുമില്ല. വന്നവരാരും ഇവിടുന്ന് പോയിട്ടുമില്ല. നിങ്ങൾ രണ്ടുപേരും വളരെ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയില്ലെന്നാ തോന്നുന്നത്. കീക്കോയും സൂപ്പർ സ്പീഡോയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അവർ ഏത് സമയത്ത് ഇങ്ങോട്ട് എത്തും. അങ്ങനെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയാമോ? അത് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ബാഡ്. ഇവരെല്ലാരും കൂട്ടിക്കൊണ്ടുപോ, അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്. ബസുക്ക, ഞാൻ ആ കീക്കോ പിന്നെ സൂപ്പർ സ്പീഡിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവന്മാർ ഇങ്ങോട്ട് വന്നാൽ പിന്നെ നമുക്കാണ് അപകടം എന്നാ തോന്നുന്നത്. നീ പറഞ്ഞു ശരിയാ. ഒരു കാര്യം ചെയ്യാ, ഐലൻഡ് മുഴുവൻ ചെക്ക് ചെയ്യേ. ആരെവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്ത് എന്റെ മുൻപിലേക്ക് കൊണ്ടുവരൂ. പക്ഷേ ബസൂക്ക ബോസ്, കീക്കോ ഒരു സൂപ്പർ ഫൈറ്റർ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സൂപ്പർ സ്പീഡോയുടെ കൈവശം ഭയങ്കര പവറുമുണ്ട്. ഡോണ്ട് വറി, അത് നിന്നെ അറ്റാക്ക് ചെയ്താൽ അടുത്ത നിമിഷം തന്നെ നീ എന്നെ വോക്കി ടോക്കിയിൽ കോൺടാക്ട് ചെയ്യേ. ഞാൻ ഉടൻ തന്നെ റേഡർ ഓൺ ചെയ്തേക്കാം. അത് ഓൺ ചെയ്ത അടുത്ത നിമിഷം തന്നെ ചെറുതും വലുതുമായ എല്ലാ മിഷനും ജയമാകും. പിന്നീട് നോക്കാം ആ കൊച്ചു ചെക്കൻ സൂപ്പർ സ്പീഡോ ഇല്ലാതെ എന്ത് ചെയ്യുന്നെന്ന്. കക്കർ, കസുക, കസുക, കിട്ടകർ. എത്ര വലിയ ശത്രുക്കളായാലും ഞങ്ങൾ തോൽപ്പിക്കും. കീക്കോ, അത് കണ്ടോ? ഒരുപാട് പ്ലെയിൻസിനെ സ്ക്രാബ് പോലെ ഇട്ട് വെച്ചത് കണ്ടോ? എന്നുവെച്ചാ ആരോ ഈ കാർഗോ പ്ലെയിൻസിനെ ഈ ഫ്ലോട്ടിംഗ് ഐലൻഡിൽ ലാൻഡ് ചെയ്തിട്ട് അതിലുള്ള കാർഗോസ് ഒക്കെ അടിച്ചു മാറ്റി. എന്നിട്ട് ആ പ്ലെയിനെ അവിടെ ഇവിടെയായിട്ട് തകർത്ത് സ്ക്രാബ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ട്രാവൽ ചെയ്ത ആ പ്ലെയിൻ അതും ഈ ഐലൻഡിൽ തന്നെ ഉണ്ടാവും. കറക്റ്റ് സൂപ്പർ സ്പീഡോ, വാ നമുക്ക് ചെന്ന് അവരെ കണ്ടെത്താം. സൂപ്പർ സ്പീഡോ, ഇപ്പൊ നമ്മള് ഫോർമുല നമ്പർ 91 അപ്ലൈ ചെയ്ത് അവർക്ക് തിരിച്ചടി കൊടുത്തേക്കാം. യെസ് ബ്രോ, ഫോർമുല 91 ആക്ടിവേറ്റ് ചെയ്തിട്ട് അവർ പീസായി ചിതറുന്ന രീതിയിൽ ഞാൻ അറ്റാക്ക് ചെയ്യും. ബോസ്, സൂപ്പർ സ്പീഡ് ഞങ്ങൾ ഇടിച്ച് ചമ്മന്തിയാക്കി. സർ പ്ലീസ് ആ റേഡാർ ഒന്ന് ഓൺ ചെയ്യൂ. ഓക്കെ, ഞാനത് ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്ക് സൂപ്പർ സ്പീഡോ കാരണം ഒരു അപകടവും ഉണ്ടാവില്ല. കക്കർ, കസുക, ബസുക്ക, കിട്ടകർ. എത്ര വലിയ ശത്രുക്കളായാലും ഞങ്ങൾ തോൽപ്പിക്കും. കീക്കോ, എനിക്ക് തോന്നുന്നത് ഏതോ റേഡാർ വന്ന് എന്റെ ടോട്ടൽ സിസ്റ്റത്തിനെയും ഡാമേജ് ആക്കിയിരിക്കുക. കീക്കോ, ഇവരുടെ ഈ അറ്റാക്ക് കാരണം ഞാൻ ചിന്നാഭിന്നമായി പോവും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 89. എനിക്കിപ്പോ ഒന്നും ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല കീക്കോ. എന്റെ ടോട്ടൽ സിസ്റ്റവും ജാം ആയിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഇനി R7 അകത്തേക്ക് തിരിച്ചു പോയേക്ക്. വേഗം, അതിവേഗം R7 അകത്തേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഇവരെ ബോസിനെയും നമ്മുടെ കൂട്ടുകാരെയും കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ഇവരുടെ ഒപ്പം പോയേ പറ്റൂ. കക്കർ, കസുക, ബസുക്ക, കിട്ടകർ. എത്ര വലിയ ശത്രുക്കളായാലും ഞങ്ങൾ തോൽപ്പിക്കും. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങളെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മളിപ്പോ നേരിട്ട് കണ്ടിരിക്കുകയാണ്. ദേ നോക്കൂ മിസ്റ്റർ, നിങ്ങൾ ഇതുവരെ ഒരുപാട് പ്ലെയിൻസിനെ ഹൈജാക്ക് ചെയ്ത് കൊള്ളയടിച്ചിട്ടുണ്ട്. അത് വലിയ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇല്ല കീക്കോ, ഞങ്ങൾ അത് തന്നെ ചെയ്യും. ഇപ്പൊ നിനക്ക് നല്ലത് എന്താണെന്നറിയാമോ? മര്യാദയ്ക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്ക്. ഒന്ന് ആലോചിച്ചോക്ക്, നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ ലോകമെമ്പാടുമുള്ള പ്ലെയിൻസ് ഒക്കെ കൊള്ളയടിച്ച് എന്തുമാത്രം കാശുണ്ടാക്കാന്ന് ആലോചിച്ചോക്ക്. അല്ല,
അങ്ങനെ കൊള്ളയടിച്ച് സമ്പാദിക്കുന്നത് വളരെ വലിയ തെറ്റാ. ഞാൻ ഒരിക്കലും റോങ്ങായ കാര്യങ്ങൾ ചെയ്യില്ല. തെറ്റ് ചെയ്യുന്നവരെ വിട്ടുവെക്കാറുമില്ല. ഓ കാലക്കി കീക്കോ, സൂപ്പർ ഡയലോഗാ നീ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്യാനാ, സൂപ്പർ സ്പീഡോ ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് നിന്നെ കൊണ്ട് ഡയലോഗ് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഞങ്ങളുടെ ഈ ജാമിംഗ് റാഡാർ ആക്ടിവേറ്റ് ആയിട്ടുള്ളപ്പോ അതുവരെ നിന്റെ ആ സൂപ്പർ സ്പീഡോ അവന് നിന്നെ ഒരിക്കലും സഹായിക്കാനാവില്ല. പിന്നെ സൂപ്പർ സ്പീഡോ ഇല്ലാതെ നീയും ടോട്ടൽ വേസ്റ്റ് ആണ്. കൊണ്ടുപോയിക്കോ, ഇവനെ അറസ്റ്റ് ചെയ്താ ജയിലിൽ കൊണ്ടിട്ട്. വലിയ ശത്രുക്കളെ പോലും ഞങ്ങൾ തോൽപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇവന്മാര് നമ്മളെ പോലെ കീക്കോയെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണല്ലോ. ഇവന്മാരെ കീക്കോ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യമുണ്ടല്ലോ, അതിൽ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ മണ്ടത്തരം. താങ്ക് യു അങ്കിൾ. താങ്ക് യു. അതെന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? എന്നെ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തിച്ചതിന്. ഏ? ഏ? കീക്കോ, നീ ഞങ്ങളെ എല്ലാരെയും ഇവിടുന്ന് റിലീസ് ചെയ്തു. പക്ഷെ നമ്മളെല്ലാരും അങ്ങനെ ഫ്ലോട്ടിംഗ് ഐലാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകും. കസൂക്ക ബസൂക്കയുടെ ജാമിംഗ് റേഡാർ ഇല്ലേ, അതൊരു പ്ലെയിനെയും ടേക്ക് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല. സൂപ്പർ സ്പീഡോയും പറക്കാൻ അനുവദിക്കില്ല. ആ ജാമിംഗ് റേഡറിന്റെ പ്രശ്നം തീർക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ജാമിംഗ് റേഡർ ആ കേബിളിലൂടെ പോകുന്ന ഇലക്ട്രിസിറ്റിയിലൂടെയാ വർക്കാവുന്നേ. നമ്മളിപ്പോ ഇലക്ട്രിക് സപ്ലൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജാമിംഗ് റേഡർ ഇൻആക്റ്റീവ് ആയി പോകും. അയ്യോ, അതൊക്കെ എന്തിനാ കീക്കോ? ആ ഇപ്പൊ നോക്കിക്കോ. ചേടാ, പെട്ടെന്ന് ജാമിംഗ് റേഡർ എങ്ങനെയാ ബ്ലോക്ക് ആയി പോയത്? കാരണം ഞങ്ങൾ അതിന്റെ പവർ സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ എനിക്ക് സൂപ്പർ സ്പീഡോയെ വിളിക്കാനും പറ്റും. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ ക്വിക്ക്, ഫോർമുല നമ്പർ 817. യെസ് കീക്കോ, നമ്മളും 817 ആക്ടിവേറ്റ് ചെയ്തിട്ട് ജാമിംഗ് റേഡാറിന് ചിന്ന ഭിന്നമാക്കിയേക്കാം. കീക്കോ, നീ ഞങ്ങളുടെ ജാമിംഗ് റാഡാറിനെ തകർത്ത് വളരെ വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള ശിക്ഷ കിട്ടും. അതും സോളിഡായ ശിക്ഷയായിരിക്കും. ഒന്ന് തിരിഞ്ഞു നോക്ക്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 27 ആക്ടിവേറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യേ. അപ്പോഴേക്കും ഞാൻ ആ രണ്ട് തടിയന്മാരെ ഒരു വഴിയാക്കാം. ഓക്കെ കീക്കോ. സൂപ്പർ സ്പീഡോ, നീ ആ വെഹിക്കിളിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ഫോർമുല നമ്പർ 295 ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? യെസ് ബ്രോ, അതൊക്കെ എനിക്ക് വളരെ ഈസി ആയ കാര്യമാണ്.
ഈ കളി ഇതോടുകൂടി നിർത്തിക്കോ. ആ, ഞങ്ങളുടെ ഒറിജിനൽ പവർ എന്താന്ന് നിനക്ക് കാണിച്ചു തരാം. ഓ, ഓ. സൂപ്പർ സ്പീഡോ ക്വിക്ക് ഫോർമുല നമ്പർ 817. ഓക്കെ ഡ്യൂഡ്. കാണാൻ ചുമ്മാ റെസ്ലെസ് പോലുള്ള നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ബോത്ത് ആർ അണ്ടർ അറസ്റ്റ്.